إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم ومن الناس من يشري نفسه ابتغاء مرضات الله والله رؤوف بالعباد. പുതിയ ഒരു ഹിജറ വർഷത്തിലേക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾ നാളെ പ്രവേശിക്കുകയാണ്. മക്കയിൽ നിന്നും മദീനയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും നടത്തിയ ഹിജറയെ ആസ്പദമാക്കിയാണ് ഇസ്ലാമിക കലണ്ടർ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. വളരെ മുമ്പ് തന്നെ മാസങ്ങളനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ കലണ്ടർ സമ്പ്രദായം ഉണ്ടായിരുന്നില്ല. മുസ്ലിങ്ങൾക്ക് ഒരു കലണ്ടർ എന്ന ആശയം വന്നതും അത് നടപ്പിലാക്കിയതും മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിലാണ്. ഏത് മാസം കൊണ്ട് തുടങ്ങണം, ഏത് വർഷം കൊണ്ട് ആരംഭിക്കണമെന്ന പല അഭിപ്രായങ്ങൾക്കും ചർച്ചകൾക്കും ശേഷം കലണ്ടറിന്റെ തുടക്കം ഹിജ്റ പോയ വർഷവും ആരംഭം മുഹറം മാസവും കൊണ്ടാക്കണമെന്ന് തീരുമാനമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജ്റ പോയത് റബീഉൽ അവ്വൽ മാസത്തിലായിരുന്നെങ്കിലും ഹിജ്റക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയത്, അതുപോലെ തന്നെ സഹാബികൾ ഒറ്റക്കും ചെറുസംഘങ്ങളുമൊക്കെയായി യാത്ര തുടങ്ങിയത് മുഹറം മാസത്തിലായതിനാലാണ് ഈ തീരുമാനത്തിൽ അവർ എത്തിയത്. ഇസ്ലാമിൽ ധാരാളം ഹിജ്റ ഉണ്ടായിട്ടുണ്ട്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും മക്കയിൽ നിന്ന് മദീനയിലേക്ക് നടത്തിയ ഹിജ്റ. 1446 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഈ സംഭവത്തിൽ ലോകാവസാനം വരെയുള്ള വിശ്വാസികൾക്ക് ധാരാളം പാഠങ്ങളുണ്ട്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അല്ലാഹുവോട് തൗഹീദിനോടുള്ള സ്നേഹം. അക്കാരണത്താലാണ് സഹാബത്തും തങ്ങളുടെ ജന്മനാട് വിട്ട് ഭൂമിയിലെ ഏറ്റവും ഉത്തമമായ സ്ഥലം വിട്ട് മക്ക വിട്ട് മദീനയിലേക്ക് പോയത്. പ്രവാചകന്റെ മദീനയിലേക്കുള്ള യാത്രക്കിടയിൽ താൻ ജനിച്ച മക്കയെ നോക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് മുസ്നദ് അഹ്മദിൽ കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, വഖഫ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൽ ഹസ്വറ. അല്പസമയം ഹസ്വറ എന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് പ്രവാചകൻ പറഞ്ഞത്, അലിംതു അന്നകി ഖൈറു അർളില്ല,
അള്ളാഹുവിന്റെ ഭൂമിയിൽ ഏറ്റവും നല്ലതും ഏറ്റവും അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും വഅഹബ്ബുൽ അർളി ഇലല്ലാഹി അസ്സ വജല്ല, അള്ളാഹുവിന്റെ ഭൂമിയിൽ ഏറ്റവും നല്ലതും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതുമായ സ്ഥലം മക്ക നീയാണെന്ന് എനിക്കറിയാം. പക്ഷേ വലൗല അന്ന അഹ്ലക അഖ്റജൂനി മിൻകി മാ ഖറജതു, നിന്റെ ആളുകൾ എന്നെ നിന്റെ നാട്ടിൽ നിന്ന് നിന്നിൽ നിന്ന് പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഞാൻ ഹിജറ പുറത്തു പോകില്ലായിരുന്നു എന്ന് വളരെ വേദനയോടെ താൻ ജനിച്ച നാടിനെ നോക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. തൗഹീദ് അനുസരിച്ചുകൊണ്ട് ജീവിതം സാധ്യമാകാത്തതിനാലാണ് ദീനിന്റെ സംരക്ഷണത്തിനു വേണ്ടി ഏറ്റവും പ്രിയപ്പെട്ട മക്ക വിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോയത്. തൗഹീദിന്റെ സ്ഥാപനത്തിനു വേണ്ടി, അതിന്റെ പ്രചാരണത്തിനു വേണ്ടി അത് ഏറ്റവും വലുത് അതായി കണ്ടു എന്നതാണ് നമുക്കവിടെ കാണാൻ കഴിയുക. അള്ളാഹുവിന്റെ ഇഷ്ടത്തിന്, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി എല്ലാം വെടിഞ്ഞവരായിരുന്നു അവർ, പ്രവാചകനും സ്വഹാബത്തും. ഞാൻ ആമുഖമായി കേൾപ്പിച്ച വചനം സൂറത്തുൽ ബഖറയിലെ 207-ാമത്തെ വചനം, വമിനൻ നാസി മൻ യശ്രി നഫ്സഹു ബിതിഗാഅ മർളാതില്ലാ, മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് സ്വന്തത്തെ വിറ്റവർ, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി സ്വന്തത്തെ വിറ്റ ആളുകൾ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് എന്ന്. ഈ ആയത്ത് ഇറങ്ങിയത് സുഹൈബ് റൂമിയുടെ വിഷയത്തിലാണ്. റോമക്കാരനായ അദ്ദേഹം മക്കയിലെത്തി ഇസ്ലാം സ്വീകരിച്ചു. മദീനയിലേക്ക് അദ്ദേഹം ഹിജ്റ പോവുകയാണ്. വഴിയിൽ മുശ്രിക്കുകൾ തടഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തിന്റെ സമ്പത്ത് മുഴുവൻ അവിടെ പോകാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഒന്നുമില്ലാതെ ശൂന്യഹസ്തവുമായി അദ്ദേഹം മദീനയിലേക്ക് എത്തുകയാണ്. അദ്ദേഹത്തെ കണ്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റബിഹൽ ബൈഉ സുഹൈബ്, റബിഹൽ ബൈഉ സുഹൈബ്, സുഹൈബിന്റെ കച്ചവടം ഇതാ ലാഭം കൊയ്തിരിക്കുന്നു എന്ന് സുഹൈബ് റൂമിയെ നോക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഇനി നമ്മളിലേക്ക് നമ്മൾ വരാം. പലർക്കും അള്ളാഹുവിനേക്കാൾ സ്നേഹം മറ്റുള്ളവരോട്, വേണ്ടപ്പെട്ടവരുടെ ഇഷ്ടത്തിനു വേണ്ടി അള്ളാഹുവിനെ ധിക്കരിക്കാൻ യാതൊരു മടിയുമില്ല. പലപ്പോഴും തൗഹീദിന് പ്രാധാന്യമില്ല. വിഷമഘട്ടങ്ങളിൽ അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിയാൻ മുസ്ലിങ്ങൾ എന്ന് പറയുന്നവർക്ക് തന്നെ മടിയില്ലാത്ത അവസ്ഥ. അതുപോലെ തന്നെ മറ്റെന്തിനേക്കാളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചതിനാലാണ് തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട തങ്ങളുടെ വീടും കുടുംബവും നാടുമെല്ലാം വിട്ടുകൊണ്ട് പ്രവാചകന്റെ കൂടെ ദീനിന്റെ സംരക്ഷണത്തിനു വേണ്ടി മദീനയിലേക്ക് പോകാൻ അവരെ പ്രേരിപ്പിച്ചത്. തങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിനേക്കാൾ റസൂലിന് എന്ത് സംഭവിക്കുന്നു എന്നതായിരുന്നു അവരുടെ വിഷയം. നമുക്കറിയാവുന്നതാണ് ആ ഹിജ്റ വേളയിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ മുന്നിലും പിന്നിലും പാർശ്വഭാഗങ്ങളിലുമായി നടന്ന് ഒരു ഭാഗത്ത് നിൽക്കുമ്പോ മറുഭാഗത്ത് നിന്ന് അള്ളാഹുവിന്റെ റസൂലിനെ വല്ലവരും ആക്രമിക്കുമോ എന്ന് സ്വന്തത്തെക്കാൾ അക്ഷരാർത്ഥത്തിൽ പ്രവാചകനെ സ്നേഹിച്ച സ്വഹാബത്തിനെ നമുക്കവിടെ കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് അതാണ്, സ്വന്തത്തെക്കാൾ പ്രവാചകനെ സ്നേഹിക്കുക എന്നത്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. സ്വന്തം പിതാവിനേക്കാൾ, സ്വന്തം മക്കളെക്കാൾ, സ്വന്തം മാതാപിതാക്കളെക്കാൾ, മുഴുവൻ മനുഷ്യരെക്കാളും പ്രവാചകനെ സ്നേഹിക്കുന്നത് വരെ നിങ്ങളുടെ ഈമാൻ പൂർത്തിയാവുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതിന്റെ നേർചിത്രം പ്രവാചകന്റെ സ്വഹാബത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. സലാസും മൻ കുന്ന വജദ ബിഹിന്ന ഹലാബത്തുൽ ഈമാൻ. 3 കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായി കഴിഞ്ഞാൽ അയാൾ ഹലാബത്തുൽ ഈമാൻ ആസ്വദിച്ചു എന്നാണ്. ഈമാനിന്റെ മാധുര്യം അയാളിൽ ഉണ്ടായി. അതിലൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അയ്യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബു ഇലൈഹി മിമ്മാ സിബാഹുമാ. അല്ലാഹുവും റസൂലും മറ്റുള്ള എല്ലാറ്റിനേക്കാളും ഇഷ്ടപ്പെട്ടതാവുക എന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ കൽപ്പനകൾക്ക്
വില കൽപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മളൊക്കെ പറയും, അള്ളയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ, റസൂലാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ. അങ്ങനെയാണെങ്കിൽ അവരുടെ കൽപ്പനകൾക്ക്, ദീനിന്റെ നിർദ്ദേശങ്ങൾക്ക് നമ്മൾ വില കൽപ്പിക്കും. പലപ്പോഴും ഭാര്യയോടുള്ള സ്നേഹം കാരണം, അല്ലെങ്കിൽ ഭർത്താവിനോടുള്ള സ്നേഹം കാരണം അവിടെ സ്നേഹത്തിനാണ് പ്രാധാന്യം. ഏതിലേറെ? അള്ളാഹുവിന്റെ കൽപ്പനകളിലേറെ പ്രാധാന്യം അവിടെ. കൽപ്പനകൾ അല്ലെങ്കിൽ അള്ളാഹു നിശ്ചയിച്ച അതിരും എതിരും വിലവെക്കാത്ത രൂപത്തിലുള്ള വേഷവിധാനങ്ങളും രീതിയും സ്വീകരിക്കുന്നു എന്നതാണ്. ചിലരാകട്ടെ പ്രവാചക സ്നേഹം വാദിച്ചുകൊണ്ട് പ്രവാചക നിന്നക്കെതിരെ കുഴപ്പങ്ങളും അക്രമങ്ങളും അഴിച്ചുവിട്ട് ദീനിനെയും അതുപോലെ തന്നെ ഇസ്ലാമിനെയും അവർ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അവിടെ ഇസ്ലാമികമായ ജീവിതം നയിച്ചുകൊണ്ട് പ്രവാചകന്റെ ചര്യ അത് കൃത്യമായി ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അത്തരക്കാർക്ക് മറുപടി നൽകാൻ നമുക്കാകണം. അതുപോലെ തന്നെ ഹിജ്റയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇസ്ലാമികമായ സാഹോദര്യ ബന്ധമാണ്. സാഹോദര്യ ബന്ധത്തിന്റെ ഏറ്റവും ഉദാത്തമായ ഉദാഹരണമാണ് ഹിജ്റയ്ക്ക് ശേഷമുള്ള മുഹാജിർ അൻസാർ ബന്ധം. മുമ്പ് കണ്ടിട്ടുപോലുമില്ലാത്ത മുഹാജിറുകൾക്ക് വേണ്ടി സ്വന്തം സമ്പത്ത് നൽകുകയാണ്, അവരുടെ വീട് അവർ കൊടുക്കുകയാണ്. എന്തിനേറെ, ഒന്നിലധികം ഭാര്യമാരുള്ളവർ ഭാര്യയെ ത്വലാഖ് ചെയ്തുവരെ വിവാഹ തുല്യതയില്ലാത്ത സാഹോദര്യ ബന്ധത്തിന്റെ ഉദാഹരണങ്ങൾ അവിടെ നമുക്ക് കാണാൻ കഴിയും. വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുഅ്മിനുകൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്, അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുനിയാൻ, ഒരു കെട്ടിടം പോലെയാണ് വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ. യശുദ്ദു ബഅ്ലുഹു ബഅ്ല വശബ്ബക ബൈന അസാബിഇഹി, പ്രവാചകന്റെ വിരലുകൾ പരസ്പരം കോർത്തു വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, യശുദ്ദു ബഅ്ലുഹു ബഅ്ല, ഒരു കെട്ടിടത്തിന്റെ ഒരു ഭാഗം മറുഭാഗത്തെ ഉറപ്പിച്ചു നിർത്തുന്നത് പോലെ ഒരു വിശ്വാസി മറ്റുള്ളവർക്ക് താങ്ങും തണലുമായി നിൽക്കാൻ കഴിയണമെന്നതാണ്. വിശ്വാസികളുടെ കാര്യത്തിൽ പൂർണ്ണമായ താല്പര്യം കാണിക്കാൻ ആ മുഹാജിറുകളും അൻസാറുകളും കാണിച്ച ആ സാഹോദര്യ ബന്ധം അതുപോലെ നിലനിർത്താൻ നമുക്കാവണമെന്നതാണ് അതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം. ഏതവസരത്തിലും പ്രയാസം നേരിടുന്നവർക്ക് താങ്ങായി തണലായി മാറാൻ നമുക്ക് കഴിയണം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസം നേരിടുന്ന വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതും നമ്മുടെ ബാധ്യതയാണ്. അതുപോലെ തന്നെ ത്യാഗസന്നദ്ധത അവിടെ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. ഹിജ്റ എന്നത് ത്യാഗ സന്നദ്ധതയുടെ മകുടോദാഹരണമാണ്. സ്വന്തം വീടും മാതാപിതാക്കളും ഭാര്യയും മക്കളും സമ്പത്തും തുടങ്ങി എല്ലാം ദീനിനു വേണ്ടി ത്യജിക്കാൻ അവർ തയ്യാറായി എന്നത് സുഹൈബുർ റൂമിയുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ അബ്ദുല്ലാദുൽ ബിജാദൈൻ, അദ്ദേഹം സമ്പന്നനാണ്. ഹിജ്റ പോകാൻ ഒരുങ്ങുമ്പോ കുടുംബം അദ്ദേഹത്തെ തടഞ്ഞു. സമ്പത്തും മുഴുവൻ അദ്ദേഹം ഒഴിവാക്കി. എത്രത്തോളം ഉടുത്ത വസ്ത്രം പോലും അദ്ദേഹം ഊരിവെച്ചു. അവസാനം ഒരു പുതപ്പ് കീറി കഷ്ണിച്ച് ഒന്ന് ഉടുത്തും മറ്റേത് പുതച്ചുകൊണ്ട് അദ്ദേഹം ഹിജ്റ പോവുകയാണ്. അങ്ങനെയാണ് മദീനയിലേക്ക് എത്തുന്നത്. ആ രൂപത്തിലായതുകൊണ്ടാണ് അദ്ദേഹത്തിന് ദുൽ ബിജാദൈൻ, രണ്ട് പുതപ്പിന്റെ ഉടമ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടത്. കുടുംബത്തിനു വേണ്ടി, കച്ചവടത്തിനു വേണ്ടി പലതും സഹിക്കുന്ന നമ്മൾ ദീനിനു വേണ്ടി എന്ത് ത്യാഗമാണ് നമ്മൾ സഹിക്കാറുള്ളത് എന്ന് നമ്മൾ ആലോചിക്കുക. പലപ്പോഴും വില കുറഞ്ഞ പരിഹാസങ്ങൾ പോലും സഹിക്കാൻ സന്നദ്ധമല്ല. പ്രബോധനവും ഇസ്ലാമിക വസ്ത്രവും വേഷവിധാനവും വെടിയാൻ സന്നദ്ധമാകാത്ത ആളുകൾ, അല്ലെ, സന്നദ്ധമാകുന്നവർ, അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ദീനിനു വേണ്ടി ഒരു തുള്ളി വിയർപ്പൊഴിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നത്. അല്പമെങ്കിലും ത്യാഗം സഹിക്കാൻ, ഈ രൂപത്തിലുള്ള ചെറിയ പരിഹാസങ്ങളെങ്കിലും സഹിക്കാൻ പലപ്പോഴും സന്നദ്ധരല്ല എന്നതാണ്. അതുകൊണ്ട് നമ്മളോടാണ് ഖുർആൻ ചോദിച്ചത്, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, അല്ല, സ്വർഗത്തിലേക്ക് അങ്ങ് കടക്കാമെന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ തലമുറ അനുഭവിച്ചതുപോലെ അനുഭവിക്കാതെ നിങ്ങൾക്ക് അങ്ങ് സ്വർഗത്തിലേക്ക് വന്ന് പ്രവേശിക്കാമെന്നാണോ നിങ്ങളുടെ വിചാരം? മസ്സതുഹുമുൽ ബഅ്സാഉ വല്ലറ, ദുരിതങ്ങളും പ്രയാസങ്ങളും അവർ സഹിച്ചിട്ടുണ്ട്. എത്രത്തോളം? വസുൽസിലു ഹത്താ യഖൂല റസൂൽ വല്ലദീന ആമനൂ മഅഹു മതാ നസ്റുല്ലാഹ്, റസൂലും കൂടെയുള്ളവരും പ്രകമ്പനം കൊണ്ടിട്ടുണ്ട്. എപ്പോഴാണ് അല്ലാഹുവിന്റെ സഹായമെന്ന്,
ചോദിക്കുമാറ് രൂപത്തിൽ അവർ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, അവരൊക്കെ പോയിട്ടുള്ള ആ സ്വർഗത്തിലേക്കാണ് നമുക്ക് പോകാനുള്ളത് എന്നുള്ള ബോധ്യമാണ് ഇതിൽ നമുക്കുണ്ടാകേണ്ടത്. ഇഖ്ലാസ് ഏറ്റവും പ്രധാനമാണ്. എല്ലാം ത്യജിച്ചുകൊണ്ട് നാടുവിടുമ്പോഴും ഇഖ്ലാസും നിയ്യത്തും നന്മയുടെ അടിസ്ഥാനമാണെന്ന് ആ സന്ദർഭത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. നമ്മുടെ അമലുകൾ അത് നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഹിജ്റയുമായി ബന്ധപ്പെട്ടതാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വഇന്നമാ ലികുല്ലി ഇംരിഇൻ മാ നവാ ഫമൻ കാനത് ഹിജ്റതുഹു ഇലാ ദുനിയാ യുസീബുഹാ ഔ ഇലാ ഇംറഅത്തിൻ യൻകിഹുഹാ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. എന്തൊരു ലക്ഷ്യത്തിലാണോ കർമ്മം ചെയ്യുന്നത് അതിനനുസൃതമായിരിക്കും പ്രതിഫലം. വല്ല ദുന്യവിയായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഹിജ്റയെങ്കിൽ അതാണ് അയാൾക്ക് കിട്ടുക. ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാനാണെങ്കിൽ അതാണ് അയാൾക്ക് കിട്ടുക. എന്താണോ നമ്മുടെ കർമ്മത്തിന്റെ അടിസ്ഥാനം, നമ്മുടെ കർമ്മത്തിന്റെ നിയ്യത്ത് എന്താണോ അതിനനുസൃതമാണ് നമുക്കുള്ള പ്രതിഫലമെന്ന് അതിലൂടെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എത്ര വലിയ നന്മ ചെയ്താലും അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം മാത്രമേ നമ്മൾ ആഗ്രഹിക്കാവൂ. പലയോളം വലിയ നന്മ ചെയ്ത് റിയാ വന്ന്, സുമഅത്ത് വന്ന്, ലോകമാന്യത വന്ന് എല്ലാം നഷ്ടപ്പെടുന്നതിനെ നമ്മൾ ഭയക്കണം. ഒരു വ്യക്തിക്ക് നന്മ ചെയ്താൽ, ഒരു വ്യക്തിക്ക് വല്ലതും നമ്മൾ ചെയ്തു കൊടുത്താൽ അള്ളാഹുവിന്റെ തൃപ്തി അല്ലാതെ അദ്ദേഹത്തിൽ നിന്ന് പലപ്പോഴും ഒരു പ്രാർത്ഥന പോലും പ്രതീക്ഷിക്കരുത് എന്നുവരെ പറഞ്ഞ പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. പ്രാർത്ഥന ലഭിക്കലും ലഭിക്കാതിരിക്കലും നമ്മുടെ പ്രതിഫലവുമായി ബന്ധപ്പെട്ടതല്ല. എന്നാലും നമ്മൾ ഉദ്ദേശിക്കേണ്ടത് അള്ളാഹുവിന്റെ വജ്ഹ് മാത്രമായിരിക്കണം. അഥവാ ഇഖ്ലാസ് ചോരാതെ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് എന്നതാണ്. ഹിജ്റ എന്നത് മഹത്തായ ഒരു ഇബാദത്താണ്. ഇസ്ലാമിക വിശ്വാസം അനുസരിച്ചുകൊണ്ട് ഒരു നിലക്കും ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഹിജ്റ പോകേണ്ടത്. എന്നാൽ പലപ്പോഴും ഹിജ്റയെ പല സന്ദർഭത്തിലും തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. ഇസ്ലാമിക നിയമം അനുസരിച്ച് സമാധാനപരമായി ജീവിക്കാൻ സാധിക്കുന്ന ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്നും ഹിജ്റ പോകണമെന്ന് അതിവാദം ഉന്നയിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അനിസ്ലാമിക നാട് ആയിരുന്നിട്ടുകൂടി ജനങ്ങൾ എന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ മക്കയിൽ തന്നെ ഞാൻ നിൽക്കുമായിരുന്നു എന്ന് മക്കയെ നോക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് എന്താണ്? നാം ഓരോരുത്തരും എന്നാൽ നിർബന്ധമായി നിർവഹിക്കേണ്ട ഹിജ്റയുണ്ട്. അതെന്താണ്? തിന്മകളിൽ നിന്നുള്ള ഹിജ്റയാണ്. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി വൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹു അൻ. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ അവന്റെ കയ്യിൽ നിന്ന് നാവിൽ നിന്ന് മറ്റു മുസ്ലിങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവനാണ് യഥാർത്ഥ മുസ്ലിം. എന്നാൽ ഒരു മുഹാജിർ എന്ന് പറഞ്ഞാൽ, ഹിജ്റ പോയ എന്ന് പറഞ്ഞാൽ അള്ളാഹ് വിലക്കിയ മുഴുവൻ കാര്യങ്ങളിൽ നിന്നും അകന്നു നിന്നവനാണ്, വിട്ടുനിന്നവനാണ്. മറ്റൊരു ഹദീസിൽ കാണാം, യാ റസൂലല്ലാഹ് അയ്യുൽ ഈമാനി അഫ്ളൽ എന്താണെന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹിജ്റ, അത് ഹിജ്റയാണ്. അപ്പൊ ചോദിച്ചപ്പോ അൽ ഹിജ്റ, എന്താണ് ഹിജ്റ എന്ന് പറഞ്ഞാൽ? ഹിജ്റ എന്ന് പറഞ്ഞാൽ തഹ്ജുറുസ്സൂ, തിന്മകൾ വെടിയലാണ് എന്നത് നമ്മെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് എല്ലാ തിന്മകളിൽ നിന്നും ഹിജ്റ പോകാൻ, അള്ളാഹുവിലേക്ക്, അള്ളാഹുവിന്റെ ദീനിലേക്ക്, വിശുദ്ധ ഖുർആനിലേക്ക്, പ്രവാചകന്റെ സുന്നത്തിലേക്ക് മടങ്ങാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ആ രൂപത്തിൽ സാധിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله حمدا كثيرا طيبا مباركا فيه والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. സഹോദരങ്ങളെ, സഹോദരികളെ, അല്ലാഹുവെ സൂക്ഷിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മുഹറം പവിത്രമായ മാസമാണ്. ഇസ്ലാമിൽ ഒരു വർഷത്തെ അള്ളാഹു പവിത്ര മാസം കൊണ്ട് തുടങ്ങുകയും പവിത്ര മാസം കൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്തു. ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇന്നല്ലാഹ ഇഫ്തതഹ അസ്സന ബിശഹ്രിൻ ഹറാം
വഖതമഹാ ബിശഹ്രിൻ ഹറാം. പവിത്രമായ മാസം കൊണ്ട് തുടങ്ങി പവിത്രമായ മാസം കൊണ്ട് അവസാനിച്ചു. പവിത്ര മാസങ്ങളിൽ നിന്ന് പവിത്ര മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പേരിൽ തന്നെ പവിത്രമെന്നർത്ഥമുള്ള മുഹറം. ഈ മാസത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയത് ഷഹ്റുല്ലാഹിൽ മുഹറം, അള്ളാഹുവിലേക്ക് ചേർത്താണ്. അള്ളാഹുവിന്റെ മാസമായ മുഹറം എന്നാണ്. എന്നാൽ ആ നിലക്കൊക്കെ പവിത്രമാക്കിയ ഈ മാസത്തെ ചിലർ നഹ്സായി കാണും. നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് വിലക്ക. ഈ മാസത്തിലും അല്ലാത്തതിലും യഥാർത്ഥത്തിൽ നഹ്സ് സമ്പ്രദായം കൊണ്ടുവന്നത് ഷിയാക്കളാണ്. മുഹറം 10 ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ വെച്ച് കൊല്ലപ്പെട്ട ദിവസമായതിനാൽ ഷിയാക്കൾ അതിനെ നഹ്സായി കാണുന്നു. കേരളത്തിലും ചില കലണ്ടറുകളിൽ മുഹറം 10 നഹ്സാണ്. അല്ലാഹു സുബ്ഹാനഹു തആല പവിത്രമാക്കിയതിനെ ദുശ്ശകുനമായി കാണാൻ മനുഷ്യർക്കൊരിക്കലും തന്നെ അവകാശമില്ല. ഒരു തരത്തിലുള്ള ദുശ്ശകുനവും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഇന്ന് ടെക്നോളജിയിൽ ഏറ്റവും ഉന്നതമായ കാലത്താണ് ജീവിക്കുന്നത് എന്ന് പറയുമ്പോഴും ഇത്തരത്തിൽ ഉള്ള അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ആ നിലക്കുള്ള വിദ്യാഭ്യാസവും ഉയർച്ചയും ഒക്കെ ഒരു ഭാഗത്തുണ്ടാകുമ്പോഴും ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും ദുശ്ശകുനവും സോഷ്യൽ മീഡിയയും മറ്റും ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിൽ വ്യാപകമായി പ്രചരിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒരു പൂച്ച, കറുത്ത പൂച്ച മുന്നിലൂടെ ഓടിയാൽ, അല്ലെങ്കിൽ രാവിലെ വല്ല കാലിക്കൊട്ടയോ വല്ല കാലിച്ചാക്കോ കണ്ടാൽ, അല്ലെങ്കിൽ ചീവീട് കരയുന്നത് കേട്ടാൽ, അതല്ലെങ്കിൽ രാവിലെ കട തുറന്ന സമയത്ത് തന്നെ ഒരാൾ കടയിൽ വന്ന് വല്ലതും കടം ചോദിച്ചാൽ അന്നത്തെ ദിവസം മുഴുവൻ കടമായിരിക്കുമെന്നുള്ള വിശ്വാസം, അല്ലെങ്കിൽ എവിടേക്കെങ്കിലും ഒരു യാത്രക്കിറങ്ങിക്കഴിഞ്ഞാൽ വാഹനത്തിൽ നിന്ന് ആരെങ്കിലും ഇറങ്ങിയാൽ ഇതൊക്കെ ദുശ്ശകുനമായി കാണാം. ഇതൊന്നും യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. നഹ്സ് അനിസ്ലാമികമാണ്. ലാ തസുബ്ബുദ്ദഹർ ഫഇന്നല്ലാഹ ഹുവദ്ദഹർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, നിങ്ങൾ ഒരിക്കലും തന്നെ കാലത്തെ പഴിക്കരുത്. അള്ളയാണ് കാലം. റിപ്പോർട്ടിൽ കാണാം അള്ളയാണ് രാപ്പകലുകളെ മാറ്റിമറിക്കുന്നത് എന്ന് കാണാം. അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണത്. അള്ളാഹു സുബ്ഹാനഹു തആല അനുവദിച്ചതിനെ നിഷിദ്ധമാക്കാൻ ഒരിക്കലും മനുഷ്യർക്ക് അവകാശമില്ല. ആ പണിയാണ് മുശ്രിക്കുകൾ എടുത്തത്. അതിനെ നന്നായി അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ആ കാര്യത്തെ എടുത്തു പറഞ്ഞ് അവരെ പഴിച്ചത് നമുക്ക് കാണാൻ പറ്റും. ഇന്നമൻ നസീഉ സിയാദത്തുൻ ഫിൽ കുഫർ യുദല്ലു ബിഹിൽ ലദീന കഫറു യുഹില്ലൂനഹു ആമൻ വയുഹർരിമൂനഹു ആമൻ ലിയുവാത്തിഉ ഇദ്ദത മാ ഹറമല്ലാഹ്. അവരുടെ ഇച്ഛക്കനുസരിച്ച് അവർ പവിത്രമായതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ സൗകര്യത്തിനനുസരിച്ച് മാറ്റിമറിക്കുന്ന രീതി സിയാദത്തും ഫിൽ കുഫർ. അത് കുഫറിലുള്ള സിയാദത്താണ്, വർധനവാണ് എന്ന് വിശുദ്ധ ഖുർആൻ ശക്തമായി വിലക്കിയത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇത് ഖുർആനിന്റെ അനുയായികളോട് പറയുമ്പോ നമ്മുടെ ഇച്ഛക്കനുസരിച്ച് ദുശ്ശകുനത്തെ സൃഷ്ടിക്കാനൊന്നും ഒരാൾക്കും അധികാരമില്ല എന്നത് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരു പുതിയ ഹിജ്റ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കൂടുതൽ നന്മകൾ അധികരിപ്പിക്കാൻ, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാനും ഈ വരുന്ന ഭാവിയിൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നിശ്ചയിച്ച അവധി എത്രയാണോ അതിനുള്ളിൽ സൽക്കർമ്മങ്ങളിലൂടെ മുന്നേറാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക. റഹ്മാനായ റബ്ബ് അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയിട്ടുള്ള വീഴ്ചകൾ റബ്ബ് പുറത്തു തന്ന് മാപ്പാക്കി തരുമാറാകട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരീ സഹോദരങ്ങൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരെയും നമ്മെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين.